പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമായിരിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ അവബോധത്തിലിരിക്കുക. അമ്മയുടെ മുമ്പിലാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ആഗ്രഹിക്കുക. അനുഭവം എനിക്കും കിട്ടണം ആ ഒരു ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിലായിരിക്കുന്നുള്ള അവബോധത്തോടെ ഇരിക്കുക. വേറെ എല്ലാ പ്രശ്നങ്ങളും ചിന്തയും നിങ്ങളെ സഹനങ്ങൾ അതുപോലെ ഉത്കണ്ഠ എല്ലാം മറന്നിട്ടിരിക്കുക. എല്ലാം അമ്മയുടെ മധ്യസ്ഥം കൊണ്ട് സാധിക്കും. ഈശോനെ കൊണ്ട് എല്ലാം സാധ്യമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കൂടുമ്പോൾ ഒരു അവബോധമില്ലാതെ, ബോധ്യമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കും. വെറുതെ അത് മെക്കാനിസമായിട്ട് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പോവും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അനുഭവം കിട്ടാതെ പോകുന്നത്. ജോലിയൊക്കെ അത്രയും തന്നെ ചെയ്യും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചിലപ്പോൾ എവിടെയും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല. പലരും എന്നെ കൗൺസിലിങ്ങിന് വിളിക്കുമ്പോൾ ജപമാല ചൊല്ലാറുണ്ടാവുമെന്ന് ഞാൻ ചോദിക്കും. ചൊല്ലുമെന്ന് പറയും. രഹസ്യമൊന്നും മര്യാദയ്ക്ക് ധ്യാനിക്കില്ല. അങ്ങോട്ട് അതേപോലെ നന്മ നിറഞ്ഞ മരിയമ്മ ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ആ നിന്ന സ്ഥലത്തിരുന്ന് പറയാൻ അറിയില്ല. അത് അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ തുടക്കം തൊട്ട് ചൊല്ലിയാൽ അതിലേക്ക് എത്തും. സ്വർഗസ്നായ പിതാവ് അതുപോലെയാ, വിശ്വാസ പ്രമാണം അതുപോലെയാ. ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തുടക്കം തൊട്ട് ചൊല്ലിയാലേ അവിടത്തേക്ക് എത്താൻ പറ്റും. അപ്പം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, സമയം കുറേ ചിലവാക്കും, പക്ഷെ അനുഭവം കിട്ടില്ല. ഈ ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, ഈ സൈക്കിൾ ഓടിക്കുന്നത് സ്റ്റാൻഡ് ഇട്ടിട്ട് സൈക്കിൾ ഓടിക്കും. സ്റ്റാൻഡ് ഇട്ടിട്ട് സൈക്കിൾ ഓടിച്ചാൽ അത്രയും തന്നെ ജോലിയൊക്കെ ചെയ്യണം. 1/2 മണിക്കൂറൊക്കെ ഓടിക്കും. അത്രയും എനർജിയൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയും എത്തില്ല. നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവുള്ളൂ. സൈക്കിൾ ഓടിച്ചാന്ന് വെച്ചാൽ ഓടിച്ച്, പക്ഷെ എവിടെയും എത്തില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവനവൻ. അവനെക്കൊണ്ട് എല്ലാം സാധിക്കും. അപ്പോൾ അത് നമുക്കിന്ന് ചെറിയ വിഷയം ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം. അതേപോലെ എപ്പോഴും നമ്മൾ എവിടെ പോയാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ ബൈബിൾ കയ്യിലുണ്ടാകണം. ഇന്നില്ലെങ്കിൽ അത് വാങ്ങിക്കണം. എവിടെ പോയാലും ബൈബിൾ കിട്ടും. ഒരു ബൈബിൾ എപ്പോഴും ഒരു ബാഗിലുണ്ടാകണം, പോക്കറ്റിലുണ്ടാകണം. വലുതില്ലെങ്കിൽ ഇത്രയും ചെറുതെങ്കിലും വെക്കണം. വലുത് കാറിലുണ്ടാകണം, പോക്കറ്റിലെപ്പോഴും ഇതുപോലത്തെ ഒരു ബൈബിൾ ഉണ്ടാകണം. അതേപോലെ ഹാൻഡ് ബാഗിൽ വേറെ ഒന്നുമില്ലെങ്കിലും, മൊബൈലില്ലെങ്കിലും ബൈബിൾ ഉണ്ടാകണം. എല്ലാവരും ഈ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. അത് പാടില്ല. ചെറിയ ചെറിയ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തമായി തീരാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എത്ര രൂപ വരാം? 50, 100 രൂപ വരും. അപ്പോൾ എപ്പോഴും ഒരു ഹാൻഡ് ബാഗിൽ നമ്മൾ വെക്കേണ്ട ഒരു ബൈബിളും ഒരു ചെറിയ നോട്ട് വയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ബൈബിൾ വഴിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ വഴിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എപ്പോഴും നമുക്കൊരു ആഗ്രഹം വേണം, ദൈവം എന്നോട് സംസാരിക്കണമെന്ന് വെച്ച്. അപ്പോൾ അതിനാണ് ഈ ഒരു നോട്ട്ബുക്ക് വയ്ക്കുന്നത്. നോട്ട്ബുക്ക് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹം കാണിക്കണം, നീ എന്നോട് എന്താ സംസാരിക്കണം. ഒരേ പ്രാവശ്യം
ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, നീ എന്നോട് സംസാരിക്കണമെന്ന് വെച്ചു. അതൊക്കെ കുറിച്ചിടണം. പിന്നെ ഇതുപോലെ കേൾക്കുന്ന വചനം, ജോസഫ് അച്ഛൻ പറയണ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ അത് ചിലപ്പോൾ നമ്മളെ സ്പർശിക്കും. ആ വചനം അങ്ങോട്ട് എഴുതിയിടണം. എന്നിട്ട് അതിനെ ധ്യാനിക്കണം. ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറേ പ്രാവശ്യം അത് ബൈബിളിലെടുത്ത് വായിക്കണം. ദൈവം വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചത്, നല്ലപോലും പ്രാർത്ഥിക്കാൻ അറിഞ്ഞാൽ നമുക്കെല്ലാം സാധ്യമാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അതെല്ലാം അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവം അതെല്ലാം നമുക്ക് നൽകിയിരിക്കുകയാണ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം. അത് മത്തായി 6:8 നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമാണോ അത് നമ്മൾ ദൈവത്തിന് അറിയാം. എങ്ങനെ അറിയണേ? ദൈവം അതെല്ലാം നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തിന് മുൻകൂട്ടി അറിഞ്ഞിട്ട് അത് വാഗ്ദാനം വഴി തന്നിരിക്കുക. പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അതുണ്ട്. നമുക്ക് പലവരിക്കും ആ വാഗ്ദാനത്തിരുന്നത് അത് നിറവേറ്റാൻ, വാഗ്ദാനം നിറവേറ്റിയെടുക്കണം. വാഗ്ദാനത്തിൻ്റെ അകത്തിരിക്കുക, അത് അതിൻ്റെ അകത്തിരുന്ന് അതിനെ വസ്തുവാക്കി മാറ്റി ഇങ്ങോട്ട് എടുക്കണം. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ വചനം വായിക്കാൻ അറിയാം, വചനത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യും. എല്ലാ കാര്യവും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ബൈബിളിലുണ്ട്, വചനത്തിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് വസ്തുവാക്കി മാറ്റിയെടുക്കണം. അത് നമുക്ക് ആവശ്യമുള്ളതായിട്ട് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് ശ്രദ്ധിക്കേണ്ടത്, അത് പഴയ നിയമത്തിൽ പോകുമ്പോഴത്തേക്കും ഉൽപ്പത്തി 1 അധ്യായം 1-3 വരെ വായിക്കുമ്പോൾ, ദൈവം ഈ ലോകത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചത് വചനം വഴിയാണ്, തൻ്റെ വചനം വഴിയാണ് സൃഷ്ടിച്ചത്. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. പക്ഷേ ദൈവം അവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്നത്, ഉൽപ്പത്തി 1 അധ്യായം 1-3 വരെ ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ദൈവം ഈ വചനം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറയണതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലിരുന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ, വചനം വിശ്വസിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തെ ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനാ ബൈബിൾ വായിക്കാൻ പറയണം. ഈ ഉടമ്പടിയിൽ 1/2 മണിക്കൂർ നിങ്ങൾ ബൈബിൾ വായിക്കാമെന്ന് പറയുമ്പോൾ അത് കുരിച്ചിടണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ വരും. അപ്പോൾ ആ വചനം അങ്ങോട്ട് കുരിച്ചിടണം. കുരിച്ചിട്ടിട്ട് അതിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. അവിടെ എന്താ സംഭവിച്ചത്? ആ വചനം നിറവേറിയത് എങ്ങനെയാണ്? പ്രകാശം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ പ്രകാശം ഉണ്ടായത് എങ്ങനെയാണ്? അവിടെ പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ്, അപ്പോൾ വചനത്തിൻ്റെ കൂടെ എന്താ വേണ്ടിയത്? വാഗ്ദാനത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവും കൂടി വേണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവില്ലാതെ വചനം നിറവേറില്ല. അത് അമ്മ മാതാവ് ഗർഭമായപ്പോഴത്തേക്കും ലൂക്ക 1:28 ഗബ്രിയേൽ മാലാഖ വന്നിട്ട് അമ്മയോട് പറഞ്ഞ്, നീ ഒരു പുത്രനെ പ്രസവിക്കും. പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അത് ദൈവവചനമാണ്. ദൈവം പറഞ്ഞിട്ടാണ് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നത്. അവിടെ വചനം മാത്രമേ ഉള്ളൂ, അവിടെ വാക്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ ചോദിക്കാതെ എങ്ങനെയാണെന്ന്. അപ്പോൾ 1:35 ലൂക്ക 1:35 ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ നിറയുമ്പോഴത്തേക്ക് ഞാൻ ഈ ദൈവം പറഞ്ഞ വചനം നിന്നിൽ നിറവേറും. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്ലസ് ദൈവവചനം. അപ്പോൾ ഇത് അങ്ങനെ സംഭവിച്ചപ്പോഴാണ് യോഹന്നാൻ 1:14 വചനം മാംസമായി മാറിയത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവവാഗ്ദാനങ്ങളെല്ലാം നിറവേറണമെന്നുണ്ടെങ്കിൽ, ദൈവവാഗ്ദാനം വചനമാണ്.
ഇത് ടെക്നിക്കാണ് കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ അത് പരിശീലിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരു വചനം എഴുതി വെച്ച് ആ വചനം നിങ്ങൾക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും. ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നിറവേറിയെന്ന് മനസ്സിലാകും. നമ്മളൊക്കെ ഈ വചനം കേൾക്കും, പിന്നെ ബുക്ക് പൂട്ടിയിട്ടിട്ട് പിന്നെ കേട്ടത് കുറേ കഴിയുമ്പോൾ മറക്കും. ഇതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ പോലും ശ്രമിക്കില്ല. എല്ലാവരും വിചാരിക്കും, ഓ ഇതൊക്കെ യൂട്യൂബിലുള്ളതല്ലേ, എപ്പോൾ വേണമെങ്കിൽ കണ്ടോളാമെന്നോ. ഒരിക്കലും കാണാൻ പോണില്ല. നമ്മൾ അതിനു വേണ്ടി ജോലിയെടുക്കണം. ദൈവം എല്ലാം തന്നിട്ടും മടി കൊണ്ടാണ് അത് നമുക്ക് കിട്ടാതിരിക്കണം. നമ്മളെ മടിയാണ് അത്. പിശാചാമ്പടി തരുന്ന ദൈവത്തെ അനുഭവിക്കേണ്ടെന്ന് വെച്ചിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയത് വചനം എടുക്കുക, നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. അപ്പോൾ വേണ്ടിയത് എന്തൊക്കെയാണ്? അമ്മ മാതാവ് ഈശോനെ കിട്ടിയത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, വചനം ഉണ്ടായിരുന്നു. അത് വിശ്വസിച്ച്, പിന്നെ വിശ്വാസം വേണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓൾറെഡി അവിടെ വചനമുണ്ട്, വചനം ദൈവ വാഗ്ദാനങ്ങളുണ്ട്, അതിരിക്കട്ടെ. അതിൻ്റെ കൂടെ അത് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? പരിശുദ്ധാത്മാവ്, വിശ്വാസം, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യോഗ്യത, അമ്മയ്ക്ക് ഈ 3 യോഗ്യത ഉണ്ടായിരുന്നു. അമ്മ വിശുദ്ധയായിരുന്നു, പിന്നെ വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, സമർപ്പണം ഉണ്ടായിരുന്നു. ഈ 3 കാര്യം ഉണ്ടായിരുന്നു. ലൂക്ക 1:38 നോക്കുമ്പോൾ അമ്മ അതാ സമർപ്പണം. അതങ്ങനെ തന്നെ നിറവേറട്ടെ. വിശ്വാസമാണ്. പരിശുദ്ധാത്മാവ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് തന്നെ അമ്മ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു, വിശുദ്ധയായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ 3 കാര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധി ജീവിതം നമ്മൾ നയിക്കണം. ഫസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ദൈവ അനുഭവം കിട്ടണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തേത് വിശുദ്ധ ജീവിതം. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരും കേട്ടാ. ഉറക്കം എന്നവർ ശ്രദ്ധിക്കണം, ഈ വചനം നിങ്ങൾക്കുള്ളതാണെന്ന്. രണ്ടാമത്തത് വിശ്വാസം, മൂന്നാമത്തത് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യം എങ്ങനെയാണ് നമുക്ക് വിശുദ്ധി ജീവിതം നയിക്കാം? പല വഴിയുണ്ട്. ഇതിലൊരു കാര്യം, മെയിനായിട്ടുള്ള കാര്യം, വിശുദ്ധി എന്താ? ദൈവം വിശുദ്ധനാണ്. അപ്പോൾ 1 തെസ്സലോനിയ 4:7 നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട്, പരിശുദ്ധനായതുകൊണ്ട് നമ്മളും വിളിക്കപ്പെട്ടവരാണ്. അപ്പം ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ വിശുദ്ധിയിൽ നിൽക്കണം, എന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. മത്തായി 5:9 പറയുന്നത്, നീ സമാധാനം സ്ഥാപിക്കുമ്പോഴാണ്, സമാധാനത്തിന് വേണ്ടി നീ ജോലിയെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്. ദൈവം നിന്നെ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് നിർത്തും. അപ്പം നീ വിശുദ്ധിയിൽ ജീവിക്കും. ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് വിശുദ്ധി. ദൈവത്തിലിരുന്ന് അകന്നു പോകുന്നതാണ് അശുദ്ധി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ, എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കണം, ദൈവത്തിൻ്റെ അടുത്തായിരിക്കണം. രണ്ടാമത് വിശ്വാസം വേണം. വിശുദ്ധി, വിശ്വാസം, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധിയിലേക്ക് വരാൻ ഇതിലൊറ്റ മാർഗമാണ് ദൈവത്തിൻ്റെ മകനോ മകളോ ആകാൻ. ഹെബ്രിയ 12:14 പറയണത് തന്നെയാണ്. സമാധാനത്തിന് വേണ്ടി നീ ജോലിയും ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് നീ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധി ജീവിതം നയിക്കണമെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത് സമാധാനം ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലവരും
അത് ആഗ്രഹിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കെപ്പോഴും എന്താ കാര്യമെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം ആരെങ്കിലും നമ്മളെ ജീവിതത്തിൽ തന്നെ, കുടുംബത്തിൽ തന്നെ, ഇപ്പോൾ ഭർത്താവായാലും ഭാര്യ ആയാലും, ഒരു ചെറിയ പ്രശ്നം അവർ നമുക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അത് കേട്ടില്ലെന്ന് വെച്ചാൽ അവിടെ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അത് അന്വേഷിക്കാതെ പോയാൽ തന്നെ അവിടെ സമാധാനമാണ്. ചോദിക്കാൻ പോകുമ്പോൾ പ്രശ്നം വരുന്നത്. പിശാച് ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുന്നത് ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അത് കേട്ടില്ലെങ്കിൽ അവർ തന്നെ അവനെ പോയി വിളിച്ചിട്ട് നീ പറഞ്ഞാൽ 200 പ്രാവശ്യം എന്ന് പറയും. എനിക്ക് ഒന്നുകൂടി കേൾക്കണമെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ പറഞ്ഞ് ഇപ്പം പറ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കല്ലെറിഞ്ഞ് അത് നമുക്ക് കൊണ്ടില്ല, ആ കല്ല് പോയി അന്വേഷിച്ചെടുത്ത് അതെടുത്ത് അവൻ്റെ കൈ കൊടുത്ത് ഏറി 200 പ്രാവശ്യം ഏരി എന്ന് പറഞ്ഞ് നെഞ്ചും കാട്ടി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അവനെറിഞ്ഞ് അത് കൊണ്ടില്ല, നമ്മൾ മാറിക്കളയുക, എന്നിട്ട് മാറിപ്പോവുക അങ്ങോട്ട്. ഇത് പലവരും കാണിക്കുന്നത് ആ കല്ല് അന്വേഷിച്ച് പിടിച്ചെടുത്ത് അവനോട് ചോദിച്ച് അത് തിരിച്ച് വാങ്ങിക്കും. ഭാര്യയാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭർത്താവ് ഭാര്യയോടാണ്, നീ എന്താ പറഞ്ഞ നീ പറഞ്ഞേ ഇപ്പം പറ. പ്രൈസ് ദി ലോർഡ്. പോയി അവിടെ വിശുദ്ധി പോയി. എന്നിട്ട് അത് വാങ്ങിച്ച്, ആ കല്ലേരി വാങ്ങിച്ച് അത് കേൾക്കും. ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് അവസാനം പറയും. അയാൾ പറഞ്ഞത് ഒറ്റ പ്രാവശ്യമായിരിക്കും പറഞ്ഞത്. അത് പിന്നെ അവിടെ നിന്ന് ധ്യാനിക്കും. രാത്രിയും പകലും ഈ പറഞ്ഞ കാര്യം അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങും. സമാധാനം പോയി, വിശുദ്ധിയും പോയി. പ്രൈസ് ദി ലോർഡ്. സമാധാനം പോയാൽ വിശുദ്ധി പോയി. പിന്നെ ദൈവ വാഗ്ദാനം നിറവേറില്ല നിങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ആ സമയം ഉണ്ടെങ്കിൽ വചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ധ്യാനിക്കുന്നത് ഭാര്യ പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത്, അയൽക്കാരൻ പറഞ്ഞത്, കൂട്ടുകാർ പറഞ്ഞത്, ജോലി സ്ഥലത്ത് അവർ പറഞ്ഞത്, അതെല്ലാം അങ്ങോട്ട് അവർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് മറന്നിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ അത് ധ്യാനിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് സമാധാനം നശിപ്പിക്കും. എന്നിട്ട് അവരെക്കുറിച്ച് വേറെ കുറ്റവും പറയും, അവിടെ വേറെ സമാധാനം. അവരത് കേൾക്കുമ്പോൾ അവിടെ സമാധാനം വേറെയും പോയി. ഇത് ഒരിക്കലും പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം യാക്കോബ് 3-ാം അധ്യായം 6-ാം തിരുവചനം, നിൻ്റെ നാവാണ് നിൻ്റെ വിശുദ്ധിയെ മലിനപ്പെടുത്തുന്നത്. നാവ് കൊണ്ട് നമ്മളെ ശരീരം മലിനമാവും, ആത്മാവ് മലിനമാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അറിയില്ല. സമാധാനം ആഗ്രഹിക്കുന്നവർ ആവശ്യമില്ലാതെ സംസാരിക്കരുത്, മിണ്ടരുത്. അമ്മ മാതാവ് വിശുദ്ധിയായിരുന്നെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ മിണ്ടിയിട്ടില്ല. ഔസേപ്പിതാവ് ആ കല്യാണം നിർത്തിവെക്കാൻ ആഗ്രഹിച്ചപ്പോഴും അമ്മയ്ക്ക് വേണമെങ്കിൽ പോയി പറയാറുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് വന്നാൽ എനിക്ക് ഗബ്രിയേൽ മാലാഖ തോന്നിയിട്ട് എന്നോട് പറഞ്ഞതാ. മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. തന്നെ ന്യായീകരിച്ചില്ല. നമുക്കെല്ലാം ഉള്ള കുഴപ്പം വിശുദ്ധി നഷ്ടപ്പെടുന്നത് നമ്മളെ ന്യായീകരിക്കാൻ പോകുമ്പോഴാണ് വിശുദ്ധി നഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് തെറ്റ് പറയട്ടെ, നാട്ടുകാർ മൊത്തം തെറ്റ് പറയട്ടെ, ന്യായീകരിക്കാൻ പോരുത്. നിൻ്റെ ദൈവത്തിനെ അറിയാം നിന്നെക്കുറിച്ച്. ഞാൻ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനും ദൈവവും തമ്മിലുള്ള അകൽച്ച ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പോകണ്ട. നിൻ്റെ ശരിയാണെന്ന് നിൻ്റെ ശരി അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നിനക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നാവാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിന്നിൽ അശുദ്ധി കൊണ്ടുവരുന്നത് നാവാണ്. യാക്കോബ് 3-ാം അധ്യായം 6-ലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അമ്മ മാതാവിനെ ഓർത്താൽ മതി. ഒരു കാരണവശാലും അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കരുത്, തെറ്റ് പറയരുത്, മിണ്ടരുത്. പ്രൈസ് ദി ലോർഡ്.
പലവർക്കും ഉള്ള പ്രശ്നം ഇതാണ്. ഒരു ഭർത്താവിനോട് ചോദിച്ചാൽ ഭാര്യയെക്കുറിച്ച് 100 തെറ്റുകൾ പറയും. ഞാൻ പറയുന്നത് ആ 100ൽ ഒരു നന്മയുണ്ടെങ്കിൽ അത് മാത്രം ഓർത്ത് വയ്ക്കുക, മറ്റതെല്ലാം വിട്ടുകളാൻ. അത് സമാധാനം ആഗ്രഹിക്കുന്നവരതാ ചെയ്യുന്നത്. ഭർത്താവിൽ 10 തെറ്റുകളുണ്ടായി കേട്ടോ, മദ്യപാനിയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കാര്യം, നിൻ്റെ മക്കളെ സ്നേഹിക്കണ്ട, അത് മാത്രം ഓർത്ത് വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ബാക്കിയെല്ലാം വിട്ടുകളാൻ. ബാക്കിയൊക്കെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നിൻ്റെ ദൈവ വാഗ്ദാനത്തിൽ തന്നിട്ടുണ്ട്, അതിലിരുന്ന് നേടിയെടുക്കാം. നീ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ പെരുവരുത്തിട്ട് ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരത്തിനെ കണ്ടിട്ടുണ്ടോ? മരം നല്ല വെയിലത്താണെങ്കിൽ വെയിലടിക്കുമ്പോൾ ചൂടാണ്, ഇലയ്ക്കൊക്കെ ചൂടാണ്, വെയിലത്ത് നിൽക്കണ്ടേ. നല്ല ഒരു പാലക്കാടൊക്കെ ആണെങ്കിൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. മരം അതിൽ വെയിലത്ത് നിൽക്കുക, പക്ഷെ അതിന് പരാതിയില്ല. ആ വെയിലിനെ കുറിച്ച് അത് നോക്കില്ല. അത് ആ ചൂടിലിരുന്ന് കിട്ടുന്ന അതിൻ്റെ ഭക്ഷണമായിട്ട് അതിനെ മാറ്റിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളും ഭാര്യയിൽ പല തെറ്റുകളുണ്ടാകും. നിന്നെ ബഹുമാനിക്കില്ലായിരിക്കാം, പക്ഷെ അവരിലുള്ള ഒരു നന്മയെ കണ്ടുപിടിച്ച് അതിനെ നീ നിൻ്റെ ഭക്ഷണമായിട്ടെടുത്ത് മാറ്റുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ സമാധാനം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണ്. അതിനീ കുറ്റം പറഞ്ഞ് പ്രശ്നമാക്കി അവരുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ സമാധാനം പോയി, വിശുദ്ധി പോയി. ദൈവം എപ്പോഴും യേശുക്രിസ്തു ഉയർത്തെണിച്ചതിന് ശേഷം ആദ്യം പറഞ്ഞിട്ടുള്ള വാക്ക് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ദൈവം സമാധാനം ആഗ്രഹിക്കുക, വിശുദ്ധി ആഗ്രഹിക്കുക. സമാധാനം പോയി കഴിഞ്ഞാൽ വിശുദ്ധി പോയി. പിശാച് ഇടപെടും അവിടെ. ദൈവത്തിൽ നിന്ന് നീ അകന്ന്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. സെക്കൻഡ് പോയിൻ്റ് നമുക്ക് വേണ്ടിയത് എന്താണ്? വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കേണ്ടതൊക്കെ. ഹല്ലേലൂയ. രണ്ടാമത്തത് വിശ്വാസം. ഉൽപ്പത്തി മുതൽ ബൈബിളിൽ വെളിപാട് വരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം മനസ്സിലാകുന്നത് എന്താണ്? ഉൽപ്പത്തി മുതൽ വെളിപാട് എന്തിനെക്കുറിച്ചാണ് പറയണത്? ഈശോനെക്കുറിച്ചാണ് പറയണം. ഈശോ ജീവിച്ചിരിക്കുകയാണ്, അതാ വിശ്വസിക്കേണ്ടത്. ഈശോ ജീവിച്ചിരിക്കുകയാണ്. ബൈബിൾ മൊത്തം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? പഴയ ഏർപ്പാടിൽ ഈശോയ്ക്ക് മുമ്പ് ഈശോ വരാൻ പോണം. പുതിയ ഏർപ്പാടിൽ ഈശോ വന്ന് അവസാനം എത്തുമ്പോഴത്തേക്ക് ഈശോ ജീവിച്ചിരിക്കുക, നമ്മളുടെ കൂടെ ജീവിക്കുക. അതിൽ മനസ്സിലാകണം ഈശോ എൻ്റെ കൂടെ ജീവിക്കുകയാണ്, ഈശോ എന്നെ സ്നേഹിക്കുകയാണ്, ആരെക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കുക, ജീവനേക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കുകയാണ്. ഈശോനെ കൊണ്ട് അസാധ്യം ഒന്നുമില്ല. അതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ പ്രശ്നത്തിൻ്റെ എല്ലാ ഉത്തരവും ഈശോയുടെ കയ്യിലുണ്ട്. ഈശോ എനിക്ക് വേണ്ടി അത് നടത്തിത്തരും. എന്തുകൊണ്ട്? എനിക്ക് വേണ്ടി ജീവൻ വരെ കൊടുത്ത ദൈവം എനിക്കത് നടത്തിത്തരും. അത് നമ്മൾ സംശയിക്കും, ഇതൊക്കെ ദൈവം എനിക്ക് തരുക, ഇത് ദൈവഹിതമാണോ? സ്നേഹത്തിൻ്റെ മുമ്പിൽ ദൈവഹിതം നിൻ്റെ ഹിതമായിട്ട് ദൈവം മാറ്റിത്തരും കുറേ കഴിയുമ്പോൾ, നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം ഇതാണ്. ഈശോ ജീവിക്കുകയാണ്, എൻ്റെ കൂടെ ജീവിക്കുകയാണ്, എന്നെ സ്നേഹിക്കുകയാണ്, ജീവനേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുകയാണ്. ഈശോനെ കൊണ്ട് എല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വിശ്വാസം വേണം. അപ്പോൾ ഈ വചനം ആയിട്ടാണ് ഈശോ ജീവിക്കുന്നത്. ഈ വചനം ജീവിക്കുന്ന വചനമാണ്. എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ട്. അതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും വിശ്വസിക്കേണ്ട ഇതാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ഇതൊക്കെ തന്നെയാണ്. എപ്പോഴും ഓർക്കുക, ഈശോ ജീവിക്കുക. സങ്കടപ്പെടേണ്ട കാര്യമില്ല, ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതാണ് വിശ്വാസം. സങ്കടം വന്നു കഴിഞ്ഞാൽ, പേടി വന്നു കഴിഞ്ഞാൽ വിശ്വാസം കുറഞ്ഞ്. സങ്കടപ്പെടാതെ ഇരിക്കാനുള്ള കാരണം ഇതാണ്. ഈശോ ജീവിക്കുകയാണ്, എൻ്റെ കൂടെ ജീവിക്കുകയാണ്, എന്നെ സ്നേഹിക്കുകയാണ്, ജീവനേക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കുകയാണ്. എൻ്റെ ഈശോനേക്കാളും എല്ലാം സാധ്യമാണ്. ഈശോനെ കൊണ്ട് എല്ലാം സാധ്യമാണ്. അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സങ്കടം ഉണ്ടാകില്ല, പേടി ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റായി വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മൂന്നാമത്തെ പോയിൻ്റ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ആദ്യം വിശുദ്ധി, സെക്കൻഡ് വിശ്വാസം, ഇനി ലാസ്റ്റ് പോയിൻ്റാണ്. ഇതോടെ തീർന്നു. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതോടെ നിൽക്കുക. 5 മിനിറ്റ് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനത്തേത് പ്രാർത്ഥന. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയുള്ളവർ ഒരു കാരണവശാലും അവർ സങ്കടപ്പെടില്ല. വിശുദ്ധിയും വിശ്വാസവും ഉണ്ടെങ്കിൽ പിന്നെ സങ്കടമില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കടം ഇല്ലാതെയാണ്, ഉത്കണ്ഠ ഇല്ലാതെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പം സന്തോഷത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന, യഥാർത്ഥ പ്രാർത്ഥന എന്താണ്? നന്ദി പറയുന്നതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഈശോ പ്രാർത്ഥിച്ചതും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി, 5000 കുടുംബങ്ങളുണ്ടായി, അപ്പമാകെ 5 അപ്പം 2 മീനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈശോ എന്താ ചെയ്തത്? പ്രാർത്ഥിച്ച്. അതെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നന്ദി പറഞ്ഞാൽ പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും നന്ദി പറയുന്നത് എപ്പോഴാണ്? ഈശോ നന്ദിയാണ് പറഞ്ഞ. ഈ 5 അപ്പവും 2 മീനും എടുത്തു വെച്ചിട്ട് പിതാവിനെ നോക്കി നന്ദി പറയുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ചെയ്തിട്ടുള്ള എല്ലാ നന്മയെക്കുറിച്ച് നീ നന്ദി പറയുക. നന്ദി പറയണമെങ്കിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? നന്ദി പറയണമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ആരാ നന്ദി പറയണത്? നിങ്ങൾക്കൊരാൾ ഒരു സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ നന്ദി പറയുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ സന്തോഷിക്കുമ്പോഴാണ് നന്ദി പറയണത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സന്തോഷം തോന്നുമ്പോഴാണ് നമ്മൾ നന്ദി പറയണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കത്, സന്തോഷമുള്ളപ്പോഴാണ് നന്ദി പറയണം. അപ്പോൾ യഥാർത്ഥ പ്രാർത്ഥന എന്താ? സന്തോഷിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. സന്തോഷിച്ച് നന്ദി പറയണം. ദുഃഖത്തിലും കരഞ്ഞുകൊണ്ട് പെരുവിരുത്തോണ്ട് നെഗറ്റീവ് സംസാരിച്ചുകൊണ്ട് ഇല്ല നന്ദി പറയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. എല്ലാം മറന്നുകൊണ്ട് സന്തോഷിച്ചിട്ടാണ് നന്ദി പറയേണ്ടത്. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. സാത്താൻ നമുക്കുള്ള നന്മകളെല്ലാം നമ്മളെ കണ്ണിലിരുന്ന് മറച്ചു വച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, എൻ്റെ സ്വന്തത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ ബന്ധത്തിൽ ഒരാൾക്ക് വയറുവേദന എന്ന് പറഞ്ഞു പോയി. അവർ സ്കാൻ എടുത്ത്, CT സ്കാൻ എടുത്ത്, CT സ്കാൻ എടുത്തപ്പോഴത്തേക്കും ലിവറിൽ 2 മുഴ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ CT സ്കാനിൽ റിപ്പോർട്ട് ചെയ്ത് ഇത് ക്യാൻസർ സെൽസാണെന്ന്, ക്യാൻസറിൻ്റെ മുഴയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ബയോപ്സിക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് MRI സ്കാൻ എടുത്ത്, MRI സ്കാനിലും ആ മുഴ തന്നെ ഉണ്ട്. അതിലും എഴുതിയിട്ടുണ്ട് ഇത് ക്യാൻസറിൻ്റെ ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബയോപ്സി എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പെറ്റ് സ്കാൻ ഉണ്ട്. പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അതിലും അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ഈ ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് ബയോപ്സി എടുക്കാൻ പറയും. 3 റിപ്പോർട്ടിലും ക്യാൻസറാണെന്ന് പറയും. ബയോപ്സി എടുക്കുമ്പോൾ ബയോപ്സിയിൽ പറയും ഇത് സാധാരണ ഫൈബ്രോയിഡാണെന്ന് വന്നു കഴിയുമ്പോൾ ഒരു സന്തോഷം നമ്മളെ മനസ്സിൽ വരും, ഒരു തൃപ്തി ഉണ്ടാകും. ഈ ലോകം ഞാൻ ജയിച്ച് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാൻ ഞാനാണെന്ന് തോന്നിക്കും. ഈ സന്തോഷം നിനക്ക് ഈ മുഴ വന്നതിന് മുമ്പേ ഉണ്ട്, എൻ്റെ അകത്തുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ അനുഗ്രഹം ദൈവം ഇപ്പോഴും തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ്, എന്നിട്ട് ആ പ്രശ്നം മാറുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് സന്തോഷമാണ് എന്ന്. പ്രശ്നം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നീ സന്തോഷമാണ്. അപ്പോഴാണ് നീ ഇല്ലാത്തതിനെയൊക്കെ ഓർത്ത് ഇങ്ങനെ പെരുവരുത്തോണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല, സംസാരിക്കാറില്ല. ഇപ്പോൾ ഫോണായി, വഴക്കായി, എന്നോ പറഞ്ഞ കാര്യത്തെ ഇങ്ങനെ ഓർത്ത് അത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നോട് സ്നേഹമില്ലെന്ന്. നമ്മളെ പ്രിയപ്പെട്ടവർ ഒരു ടൂർ പോവുകയാണ്. പോകുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ബസ് അപകടമായി. ഒരു സുപ്രഭാതത്തിൽ
പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഫോൺ വരെയാണ്, ഒരു അജ്ഞാത ഫോൺ വരെയാണ്, പറയാണ് ഈ ID കാർഡ് നിങ്ങളാരെങ്കിലും ആണ്, പറയാണ് അവർ അപകടത്തിൽ മരിച്ച് ഈ ID കാർഡ് ആ ബോഡിയിലുണ്ടായി, തിരിച്ചറിയാൻ പറ്റണില്ല, പ്രൈസ് ദി ലോർഡ് വെന്നു എന്ന് പറയുക. അപ്പോഴാണ് നമുക്ക് അവരുടെ അവരെക്കുറിച്ച് അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴാണ് ഓർക്കുന്നത്. അവരുടെ മഹത്വം നമ്മൾ അപ്പോഴാണ് ഓർക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ചാടിപ്പോകും, കരഞ്ഞുകൊണ്ട് നമ്മൾ വീഴും. ആൾക്കാരൊക്കെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലത്ത് അറിയും ആളുമാരിപ്പോയി, നിങ്ങളുടെ ആളെക്കുറിച്ചില്ല, അങ്ങേര് ജീവിച്ചിരിക്കുക, കുറച്ച് ചെറിയ പരുക്കേ ഉള്ളൂ. അപ്പോൾ ഒരു സന്തോഷവും സ്നേഹവും അവരോട് തോന്നും. അത് ഇപ്പോഴും ദൈവം ആ സന്തോഷവും സ്നേഹവും നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും അതിലൊന്നും തിരിച്ചറിയാതെ സാത്താൻ്റെ പിടിയിൽപ്പെട്ട് നമ്മൾ അതെല്ലാം മറന്ന് വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുക, വിദ്വേഷവും വെച്ചുകൊണ്ട് സംസാരിക്കില്ല, സങ്കടം പിറുവിറുപ്പും. അന്ന് നിങ്ങൾക്ക് തോന്നും തിരിച്ചു കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കും ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ ഞാനാണ് അന്നാ തോന്നുന്നത്. അത് ഇന്നും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല, പെരുവിരുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പലവരെയും ഞാൻ കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്കും പലവരും പറയുന്ന കാര്യം, 10 കൊല്ലം മുമ്പ് എൻ്റെ ജീവിതം നന്നായിരുന്നു, എന്ത് സുഖമായിരുന്നു, നന്നായിരുന്നു, ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 10 കൊല്ലം മുമ്പ് അവരെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിച്ചെങ്കിൽ 10 കൊല്ലം മുമ്പും നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. നിങ്ങൾ പറയാം അതിന് മുമ്പ് 10 കൊല്ലം മുമ്പേ എൻ്റെ ജീവിതം നന്നായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്നാണ് നിങ്ങളുടെ ജീവിതം നന്നായിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്തിനും ദൈവം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വന്ന വലിയ രോഗമായിക്കോട്ടെ, അതൊന്നും ദൈവം അറിയാതെ തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണത് രോഗം വന്നാലും ദൈവത്തിന് ഈ ജലദോഷവും ക്യാൻസറും എല്ലാ വലിയ അസുഖവും എല്ലാം ഒന്ന് തന്നെയാണ് ഈശോയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ആവശ്യം എന്താ? ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടായില്ല, ദൈവത്തിൻ്റെ അടുത്ത് ഉണ്ടായില്ല, അത് മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏതും ഉൾക്കൊണ്ടുള്ള സഹന സാഹചര്യങ്ങളെല്ലാം ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡോട് അത് ഏറ്റവും നിനക്ക് സന്തോഷമുള്ള സാഹചര്യമായിട്ട് ദൈവത്തിന് മാറ്റാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു സാഹചര്യം നിനക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് 100 പ്രാവശ്യം ക്യാൻസറായിട്ട് എന്ന് നീ പറയും. അത് അനുഭവിക്കാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ പേടിയൊക്കെ ദൈവം എടുത്ത് മാറ്റിത്തരും. അതിന് ദൈവത്തോട് ചോദിക്കണം നീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ ധ്യാനിച്ചത് 3 കാര്യമാണ്. ദൈവമായിട്ട് അടുക്കണമെങ്കിൽ, ദൈവാനുഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനത്തിൽ കൂടി തന്നിട്ടുണ്ട്. അതിൽ 3 കാര്യം. ഒന്ന് വിശുദ്ധി പാലിക്കുക, 2ാമത് വിശ്വാസം, 3ാമത് പ്രാർത്ഥന. പ്രാർത്ഥിക്കേണ്ടത് നന്ദി പറഞ്ഞ് സന്തോഷത്തിൽ പ്രാർത്ഥിക്കുക, സങ്കടം എല്ലായിടത്തും മാറ്റിക്കളയുക. പ്രൈസ് ദി ലോർഡ്.